ഇന്ത്യ കേരളം തൃശൂർ ജില്ലാതല യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നു. ഈ പ്രതിസന്ധി നേരിടുമ്പോൾ പണം വേണമല്ലോ, പണത്തിന് പ്രയാസം. അപ്പോൾ സർക്കാർ പൊതുവെ ജീവനക്കാരോട് ഒരു അഭ്യർത്ഥന നടത്തി. ആ അഭ്യർത്ഥനയിൽ പറഞ്ഞു, നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് കുറച്ച് ദിവസത്തെ ശമ്പളം വായ്പയായി സർക്കാരിന് നൽകണം, തിരിച്ചു തരും. ജീവനക്കാർ നല്ല നിലക്ക് സ്വാഗതം ചെയ്തു. പക്ഷേ നമ്മുടെ നാടിൻ്റെ വികസനത്തിന് കൂടെ നിൽക്കേണ്ട ഇവിടുത്തെ പ്രതിപക്ഷം കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ അതിനെ എതിർക്കാൻ തയ്യാറായി. കൊടുക്കാൻ പാടില്ല എന്ന് പരസ്യമായി പറയുന്നവരുണ്ടായി. ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശത്തിനെതിരെ കോടതിയിലും പോയി. മാത്രമല്ല, സഹായിക്കാത്ത കേന്ദ്ര ഗവൺമെൻറ്റിനോടൊപ്പം വലിയ തോതിൽ അണിചേരുന്ന കേരളത്തിലെ പ്രതിപക്ഷത്തിനെ ആശ്ചര്യത്തോടെ നാം കണ്ടു. ഇതിൻ്റെ തുടർച്ചയായി കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നതിനും ശ്വാസം മുട്ടിക്കുന്നതിനുമുള്ള ഒന്നിനു പുറകെ ഒന്നായ നിരവധി നടപടികൾ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചപ്പോൾ അത് ശരിയല്ല, കേരളം ഈ തരത്തിൽ പീഡിപ്പിക്കപ്പെടാൻ പാടില്ല എന്ന അഭിപ്രായം കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് കേൾക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. ആ ഘട്ടത്തിലും അവർ കേന്ദ്ര ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കുന്നതാണ് കണ്ടത്. ഇങ്ങനെയെല്ലാമുള്ള സാഹചര്യമാണ് നമുക്കുണ്ടായത്. ഇത്രയും സാഹചര്യങ്ങളെല്ലാം ഒത്തുവന്നാൽ പിന്നെ നമ്മുടെ ഗതി അധോഗതിയായി പോവും എന്നാണ് സാധാരണഗതിയിൽ ആരും കണക്കാക്കുക. പക്ഷേ നമ്മുടെ ഈ പ്രതിസന്ധി ഘട്ടങ്ങൾ കഴിഞ്ഞ് നമ്മെ വീക്ഷിച്ച രാജ്യവും ലോകവും അത്ഭുതം പൂണ്ടു. എങ്ങനെയാണ് ഇത്ര ഭംഗിയായി കേരളത്തിന് ഈ പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിഞ്ഞത് എന്നതിലാണ് അവർക്ക് ആശ്ചര്യമുണ്ടായത്. നമുക്കതിൽ ആശ്ചര്യമില്ല, കാരണം അത് കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. കേരളം നമ്മുടെ നാടും ജനങ്ങളും കാണിച്ച ഒരുമയും ഐക്യവും നമ്മുടെ മുന്നിൽ ഒന്നും അസാധ്യമല്ല എന്ന നില സൃഷ്ടിക്കുന്ന നിലയുണ്ടായി. അസാധ്യമായതെല്ലാം സാധ്യമാക്കുന്ന നിലയിലേക്ക് മാറിപ്പോകാൻ നമ്മുടെ നാടിന് ഈ ഒരുമയുടെയും ഐക്യത്തിൻ്റെയും ഭാഗമായി കഴിഞ്ഞുവെന്നതാണ് വസ്തുത. ഈ ഘട്ടത്തിലെല്ലാം നമ്മുടെ നാടിനെതിരെയുള്ള വല്ലാത്ത പ്രചരണം കേരളത്തിലെ വികസന വിരുദ്ധർ അഴിച്ചുവിടുന്നുണ്ടായിരുന്നു. എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് നമുക്ക് നല്ല ഫലമുണ്ടാക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? ഒരു സംസ്ഥാനത്തിൻ്റെ വരുമാനം 3 തരത്തിലാണ്. ഒന്ന്, നാടുണ്ടാക്കുന്ന തനത് വരുമാനമുണ്ട്. മറ്റൊന്ന്, കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് നൽകാൻ ബാധ്യതപ്പെട്ട സഹായമുണ്ട്. മറ്റൊന്ന്, നാടിനാവശ്യമായ ധനം കടമെടുപ്പിലൂടെ ഉണ്ടാക്കും. ഈ 3 കാര്യങ്ങളിൽ 2 കേന്ദ്രം നൽകേണ്ട സഹായം, കടമെടുപ്പ്. ഈ 2 കാര്യങ്ങളിലും നമുക്ക് പ്രത്യേകമായ വിഷമം സൃഷ്ടിക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ് ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ സഹായം വലിയ തോതിൽ വെട്ടിക്കുറക്കുന്ന നിലയുണ്ടായി.
സാധാരണയുള്ള മാനദണ്ഡം ലംഘിക്കപ്പെട്ടു. നമുക്ക് അർഹതപ്പെട്ടത് നിഷേധിക്കുന്ന നിലയുണ്ടായി. അതൊരു ഭാഗം. നമ്മളും കേന്ദ്രവും കൂടി ചെലവിടുന്ന ഒട്ടേറെ പദ്ധതികളുണ്ട്. ആ പദ്ധതികളിലെ കേന്ദ്രത്തിൻ്റെ വിഹിതം കൃത്യമായി നൽകാതിരിക്കുക, വലിയ തോതിൽ താമസിപ്പിക്കുക, സംസ്ഥാനത്തിൻ്റെ വിഹിതം വർദ്ധിപ്പിക്കുകയും കേന്ദ്രവിഹിതം കുറയ്ക്കുകയും ചെയ്യുക, ഇതെല്ലാം നമുക്ക് ഈ ഘട്ടത്തിൽ നേരിടേണ്ടി വന്നു. അതോടൊപ്പം നമ്മുടെ സംസ്ഥാനം എടുക്കേണ്ട കടം, ആ കടത്തിൻ്റെ കാര്യത്തിൽ വല്ലാത്ത വെട്ടിക്കുറവ് വരുത്തി. അതും നമുക്ക് അർഹതയുള്ള കടമെടുപ്പാണ് തടയുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് സന്നദ്ധമായത്. അത്തരം കാര്യങ്ങൾ ശരിയല്ല എന്ന് നാം കേന്ദ്രത്തോട് പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടപ്പാക്കിയ വിവിധ പദ്ധതികൾ കിഫ്ബിയിലൂടെ പണം കണ്ടെത്തിയാണ് നാം നിർവഹിച്ചത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു, കിഫ്ബിയിലൂടെ വായ്പയെടുത്താൽ ആ വായ്പ സംസ്ഥാന സർക്കാരിൻ്റെ വായ്പയിൽപ്പെടുത്തും, വായ്പാ പരിധിയിൽപ്പെടുത്തും. എന്ന് പറഞ്ഞാൽ അത്രയും തുക വായ്പ എടുക്കാൻ പറ്റില്ല എന്നർത്ഥം സംസ്ഥാനത്തിന്. അപ്പോൾ സ്വാഭാവികമായി ഒരു ചോദ്യം നമ്മൾ ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ, കേന്ദ്രത്തിൻ്റെ കയ്യിൽ നാഷണൽ ഹൈവേ അതോറിറ്റി പോലുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ടല്ലോ. ആ സ്ഥാപനങ്ങളെല്ലാം അവരുടെ പദ്ധതികൾ നിറവേറ്റുന്നതിനായി വായ്പ എടുക്കുന്നുണ്ട്, നിർവഹിക്കുന്നതിന്. ആ സ്ഥാപനങ്ങളുടെ അവരെടുക്കുന്ന വായ്പ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തുന്നില്ലല്ലോ. പിന്നെ എന്താണ് അതേപോലെ ഉള്ള കിഫ്ബിയുടെ വായ്പയ്ക്ക് ഇങ്ങനെയൊരു തടസ്സം വരുന്നത്? അത് മറുപടി പറയാൻ വിഷമമുള്ള കാര്യമാണ്. എങ്കിലും അവർ മറുപടി പറഞ്ഞു. ആ പറഞ്ഞ കാര്യം, കിഫ്ബിക്ക് സ്വന്തമായ വരുമാനമില്ല, അതുകൊണ്ടാണ് അങ്ങനെയൊരു നിലപാടെടുക്കുന്നതെന്നാണ്. ഇതേ കാര്യം തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടി നാം രൂപീകരിച്ച കമ്പനിയുടെ കാര്യത്തിലുമുണ്ടായത്. ആ കമ്പനി വായ്പ എടുത്ത് പോവുകയാണ്. കമ്പനി പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുകയാണ്. 600 രൂപയുണ്ടായിരുന്ന പെൻഷനാണ് 1600 രൂപയിലേക്ക് എത്തിയത്. ആ പെൻഷൻ കൃത്യമായി മാസം തോറും വിതരണം ചെയ്യായിരുന്നു. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു, ഈ കമ്പനി എടുക്കുന്ന വായ്പ നിങ്ങളുടെ ഗവൺമെൻറ് എടുക്കുന്ന വായ്പയായി കണക്കാക്കും. തടയലാണ് ഉദ്ദേശം. ഇതുപോലുള്ള ഒട്ടേറെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഉണ്ടായത്. ഇതെല്ലാം ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ പിന്നെയുള്ളത് നമ്മുടെ തനത് വരുമാനമാണ്. ആ തനത് വരുമാനത്തിൽ ഉണ്ടാക്കിയ വർധനവ്, അതാണ് പിടിച്ചു നിൽക്കാൻ ഇടയാക്കിയത്. ഇപ്പോൾ 2023-24 നമ്മുടെ തനത് വരുമാനം 72.84%. ഇപ്പോൾ നല്ല വർധനവ് ഓരോ വർഷം കഴിയും തോറും ഈ തനത് വരുമാനത്തിൽ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞൊരു 3 വർഷത്തെ തനത് നികുതി വരുമാനമെടുത്താൽ നല്ല വർധനവ് ഓരോ വർഷവും ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നാണ് കാണാൻ പറ്റുക. ഇപ്പം നേരത്തെ 3 വർഷം മുൻപ് 47,000 കോടി രൂപയായിരുന്നു
നമ്മുടെ തനത് വരുമാനം. അത് ഇപ്പോൾ 81,000 കോടിയായി വർദ്ധിച്ചു. അപ്പോൾ 47-ൽ നിന്ന് 81-ലേക്ക് 3 വർഷം കൊണ്ട് തന്നെ എത്താൻ നമുക്ക് കഴിഞ്ഞു. ആകെയുള്ള തനത് വരുമാനം നേരത്തെ 55,000 കോടിയായിരുന്നു. ഇപ്പോഴത് 1,04,000 കോടിയായി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇവിടെ നാം എടുക്കുന്ന കടത്തെപ്പറ്റി വല്ലാത്ത തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ ശ്രമിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ കടവും ആഭ്യന്തര ഉൽപ്പാദനവും തമ്മിലുള്ള അന്തരം കേരളത്തിൽ കുറഞ്ഞു വരികയാണ്. ആ കണക്കെടുത്താൽ നേരത്തെ 36%, അത് കുറഞ്ഞ് 34%. ഇനിയും കുറയുമെന്നതാണ് കാണേണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞു, സംസ്ഥാനവും കേന്ദ്രവും ചെലവിടുന്നത്, സംസ്ഥാനത്തിൻ്റെ വീതം വർദ്ധിക്കുന്നു, കേന്ദ്രത്തിൻ്റെ വീതം കുറയുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മുടെ സംസ്ഥാനത്ത് ചെലവിൻ്റെ കണക്ക് നോക്കിയാൽ 70% സംസ്ഥാന സർക്കാരാണ് വഹിച്ചത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പങ്കാളിത്തം കുറഞ്ഞു വരുന്നു. ഈ വർഷം, ഈ ഏപ്രിൽ 1 മുതലുള്ള ഈ സാമ്പത്തിക വർഷം, അത് സംസ്ഥാനത്തിൻ്റെ പങ്ക് 75% ഉയരുമെന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നതിന് കഴിഞ്ഞത് കേന്ദ്രത്തിൻ്റെ തടസ്സങ്ങളെല്ലാം ഉണ്ടായിട്ടും കഴിഞ്ഞത് നമ്മുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാനായതുകൊണ്ടാണ്. ആ കണക്കെടുത്താൽ 2016 നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം 5,60,000 കോടി രൂപയായിരുന്നു. ഇപ്പോഴത് 13,11,000 കോടി രൂപയായിട്ട് ഉയർന്നു. അപ്പോൾ 5 ലക്ഷത്തിൽ നിന്ന് 13 ലക്ഷത്തിലേക്കുള്ള വർധനവ്, കോടി രൂപയുടെ വർധനവ് ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നതാണ് കാണേണ്ടത്. ഇവിടെ സാധാരണ റിസർവ് ബാങ്ക്, അവരാണല്ലോ ഔദ്യോഗികമായി കണക്കുകൾ പ്രസിദ്ധീകരിക്കാറ്. പ്രതിശീർഷ വരുമാനത്തെക്കുറിച്ച് റിസർവ് ബാങ്ക് പ്രസിദ്ധീകരിച്ച കണക്കുണ്ട്. 2016 നമ്മുടെ പ്രതിശീർഷ വരുമാനം 1,48,000 രൂപയായിരുന്നു. ഇപ്പോഴത് 2,28,000 രൂപയായി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. നമ്മുടെ മൊത്തം പുരോഗതി ഇതിൻ്റെയെല്ലാം അടിസ്ഥാനത്തിലാണ് കണക്കാക്കേണ്ടത്. മൊത്തം ഉൽപ്പാദനം വർദ്ധിച്ചിരിക്കുന്നു, നമ്മുടെ പ്രതിശീർഷ വരുമാനം വർദ്ധിച്ചിരിക്കുന്നു, നാം കണക്കാക്കുന്ന മനുഷ്യരുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരാനുള്ള നമ്മുടെ കാഴ്ചപ്പാട് മെല്ലെ മെല്ലെ പ്രാവർത്തികമാകുന്നു എന്നതാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. നമ്മുടെ ചെറുപ്പക്കാർ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒന്നാണ് IT മേഖലയുടെ വികസനം. IT രംഗത്ത് ആദ്യം നടപടികൾ സ്വീകരിച്ച സംസ്ഥാനമാണ് കേരളം. നമ്മളാണ് ആദ്യത്തെ IT പാർക്ക്, ടെക്നോ പാർക്ക് തിരുവനന്തപുരത്ത് സ്ഥാപിക്കുന്നത്. പക്ഷേ നമുക്ക് ശേഷം ആ രംഗത്തേക്ക് കടന്നു വന്ന സംസ്ഥാനങ്ങൾ നല്ല വേഗതയിൽ മുന്നോട്ട് പോകുന്നതും നേട്ടങ്ങൾ നേടുന്നതുമാണ് നാം കണ്ടത്. നമുക്ക് എവിടെയോ വെച്ച് ആ തുടർച്ച നഷ്ടപ്പെട്ടു. അതിൻ്റെ ഫലമായി കാലത്തിനനുസരിച്ചിട്ടുള്ള പുരോഗതി നമ്മുടെ
കേരളത്തിന് നേടാനായില്ല. ഒരുതരം സ്തംഭനാവസ്ഥ IT വികസന കാര്യത്തിലുണ്ടായി. ഇപ്പോൾ 2016 നമ്മുടെ IT പാർക്കുകളിൽ 640 കമ്പനികളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴത് 1106 വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. 2016 തൊഴിലെടുത്തിരുന്നവർ IT പാർക്കുകളിൽ അത് 78,068 പേരായിരുന്നു. ഇപ്പോഴത് 1,48,000 പേരാണ്. അതേപോലെ തന്നെ സംസ്ഥാനത്ത് നിന്നുള്ള മൊത്തം കയറ്റുമതി IT കയറ്റുമതി 2016 34,123 കോടി രൂപയുടേതായിരുന്നു. ഇപ്പോൾ 90,000 കോടി രൂപയുടെ കയറ്റുമതി നമുക്ക് സാധിക്കുന്നു. IT മേഖലയിൽ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായി തൃശൂരിലെ ജില്ലാതല യോഗത്തിൽ സംസാരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കഴിഞ്ഞ 9 വർഷക്കാലം സർക്കാർ നേരിട്ടത് നിരവധി പ്രശ്നങ്ങളാണ്. ലക്ഷ്യമിടുന്ന നവകേരളം സ്ഥാപിക്കുന്നതിന് സർക്കാർ ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. സംസ്ഥാനത്തെ 11ാമത്തെ ജില്ലയിലാണ് അത് സംബന്ധിച്ച ചർച്ചയ്ക്കായി അവലോകന യോഗം നടക്കുന്നത്. സംസ്ഥാനത്തിന്റെ ഭാവിയെക്കുറിച്ച് അഭിപ്രായം പറയാൻ കഴിയുന്ന നിരവധി പ്രമുഖർ തൃശ്ശൂരിലുണ്ട്. കേരളത്തിൽ 2 തരം ചിന്താഗതികളുള്ള ആളുകളാണുള്ളത്. ഒന്ന്, നാടിന്റെ വികസനം ആഗ്രഹിക്കുന്നവർ. അവരാണ് ഭൂരിഭാഗമുള്ള അടക്കമുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറയുന്നത്.